Good morning. Coordination chemistry reactions ആണ് നമ്മൾ substitution reactions ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ reactions part 2 എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ SN1 SN2 interchange ഈ മൂന്ന് ടൈപ്പ് മെക്കാനിസം സബ്സ്റ്റിറ്റ്യൂഷന്റെ മെക്കാനിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് SN1CB സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ കോഞ്ചുഗേറ്റ് ബേസ് മെക്കാനിസം ആയിരുന്നു. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? ആ പേരിൽ തന്നെയുണ്ട്. ഫോർ ദിസ് മെക്കാനിസം ദ റിയാക്ടിംഗ് കോംപ്ലക്സ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ പ്രോട്ടോണിക് ഹൈഡ്രജൻ ആറ്റം ഓൺ എ നോൺ ലിവിങ് ലിഗാൻഡ്. കോംപ്ലക്സിനകത്തുള്ള നോൺ ലിവിങ് ലിഗാൻഡിൽ ഒരു പ്രോട്ടോണിക് ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കണം. എന്നിട്ടൊരു സ്ട്രോങ് ബേസ് വന്നിട്ട് ഈ പ്രോട്ടോണിക് ഹൈഡ്രജൻ ആറ്റത്തെ അബ്സ്ട്രാക്ട് ചെയ്താൽ എന്താണ് ആ കോംപ്ലക്സിന്റെ കോഞ്ചുഗേറ്റ് ബേസ് ഫോം ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാണുന്നുണ്ടോ? CONH3 5 times Cl2+. അതിൽ NH3യിലുള്ള പ്രോട്ടോൺ ആണ് ഇതിൽ അബ്സ്ട്രാക്റ്റബിൾ പ്രോട്ടോൺ. അപ്പോൾ സ്ട്രോങ് ബേസ് ആയിട്ടുള്ള OH മൈനസ് വന്നിട്ട് NH3യിൽ നിന്ന് H+ എടുത്താൽ NH2 മൈനസ് എന്ന് പറഞ്ഞാൽ അമിഡോ കോംപ്ലക്സ് ഫോം ചെയ്യും. ദിസ് ഈസ് എ കോഞ്ചുഗേറ്റ് ബേസ്. പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്താൽ സബ്സ്റ്റൻസിന്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണല്ലോ ഫോം ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ കോഞ്ചുഗേറ്റ് ബേസിൽ നിന്ന് എന്താണ് ലിവിങ് ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്യും. ദിസ് ഈസ് ദ സ്ലോവസ്റ്റ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഫോം ചെയ്തിട്ടുള്ള കോംപ്ലക്സിലേക്ക് വാട്ടർ മോളിക്യൂള് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഇനി ഇതിൻ്റെ ഈ SN1CB റിയാക്ഷൻ്റെ മെക്കാനിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CONH3 5 times Cl2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു CONH3 5 times Cl2+ and first order with respect to strong base OH minus ion എന്ന് പറഞ്ഞാൽ ഓവറോൾ ഇറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോഞ്ചുഗേറ്റ് ബേസ് മെക്കാനിസത്തിൽ പറയാനുള്ളത്. അപ്പം എന്തൊക്കെയാ പറഞ്ഞത്? ലിഗാൻഡ് ഓഫ് ദ കോംപ്ലക്സ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് കോഞ്ചുഗേറ്റ് ബേസ് ബൈ ദ റിയാക്ഷൻ ഓഫ് എ ബേസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫാസ്റ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് കോഞ്ചുഗേറ്റ് ബേസിൽ നിന്ന് എലിമിനേറ്റിംഗ് ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഫോം ചെയ്തിട്ടുള്ള കോംപ്ലക്സിൽ നിന്ന് കോംപ്ലക്സിലേക്ക് നമ്മളെ ന്യൂ ലിഗാൻഡ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഇതിൽ റിയാക്ഷൻ്റെ കൈനറ്റിക്സ് സെക്കൻഡ് ഓർഡർ ആണ്. കാരണം റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ കോംപ്ലക്സിനെയും കോൺസെൻട്രേഷൻ ഓഫ് ദ ബേസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് SN1CBയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അക്വേഷൻ, ആനേഷൻ എന്നൊക്കെ പറയുന്ന രണ്ട് റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പം അക്വേഷൻ മോസ്റ്റ് ഓഫ് ദ സ്റ്റഡി നടന്നിട്ടുള്ളത് അമീൻ കോംപ്ലക്സ് ഓഫ് കൊബാൾട്ട് 3യിലാണ്. അപ്പം അക്വേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഈസ് ദ മീഡിയം ഓഫ് റിയാക്ഷൻ. യൂഷ്വലി ദ റീപ്ലേസ്മെന്റ് ഓഫ് NH3 ഡെറിവേറ്റീവ് ബൈ അതർ ലിഗാൻഡ് ഈസ് വെരി ലോ. അപ്പം ഇത് അക്വേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ അമീൻ കോംപ്ലക്സിലാണ് സ്റ്റഡി നടന്നിട്ടുള്ളത്. ബട്ട് അക്വേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്ന ഇൻകമിങ് ലിഗാൻഡ് ഉണ്ടല്ലോ, ഇൻകമിങ് ലിഗാൻഡ് വാട്ടർ ആണെങ്കിൽ അതിനെ നമ്മൾ അക്വേഷൻ റിയാക്ഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് CONH3 5 times X2+ H2O. അപ്പം X എന്ന് പറയുന്നതാണ് ലിവിങ് ഗ്രൂപ്പ്. അത് ലീവ് ചെയ്തിട്ട് അവിടെ വരുന്ന ഇൻകമിങ് ലിഗാൻഡ് H2O. ഇതിനെയാണ് നമ്മൾ അക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ആനേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. അക്വേഷൻ എന്ന് പറയുന്നത് ഇൻകമിങ് ലിഗാൻഡ് വാട്ടർ ആണ്. ആനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകമിങ് ലിഗാൻഡ് ആയിട്ട് ഏതെങ്കിലും ആനയോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആനേഷൻ എന്നാണ് പറയുക. ഒരു റിയാക്ഷൻ, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അത് അസോസിയേറ്റീവ് ആണോ ഡിസോസിയേറ്റീവ് ആണോ അത് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചാർജ് ഓൺ ദ കോംപ്ലക്സ്, സ്റ്റെറിക് ഫാക്ടർ, എഫക്റ്റ് ഓഫ് ലിവിംഗ് ഗ്രൂപ്പ്, എഫക്റ്റ് ഓഫ് സോൾവെന്റ്, പ്രസൻസ് ഓഫ് പൈ ഡോണേഴ്സ് ആൻഡ് അക്സെപ്റ്റേഴ്സ് ആസ് സ്പെക്ടേറ്റർ ലിഗാൻഡ്. സ്പെക്ടേറ്റർ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ലീവ് ചെയ്യേ പുതിയതായിട്ട് അതിലേക്ക് വരികയോ പോവുകയോ ചെയ്യാത്ത അതിൽ ഉള്ള റെസ്റ്റ് ഓഫ് ദ ലിഗാൻഡ്സിനെല്ലാം നമ്മൾ സ്പെക്ടേറ്റർ ലിഗാൻഡ് എന്ന് പറയും. ഫസ്റ്റ്, ചാർജ് ഓൺ ദ കോംപ്ലക്സ്. Increase in positive charge decrease the rate of reaction following a dissociative mechanism. Because the breaking of metal ligand bond become difficult. Metal in the charge കൂടുന്നതിനനുസരിച്ച് metal ligand bond
ബ്രേക്ക് ചെയ്യൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എഫക്റ്റ് ഓഫ് ലിവിങ് ഗ്രൂപ്പ് ആണ്. ഇപ്പൊ ലിവിങ് ഗ്രൂപ്പ് മെറ്റലും ലിവിങ് ഗ്രൂപ്പും MX ബോണ്ട് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഒന്ന് നോക്കിയേ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, 3 എക്സാമ്പിൾ. സെയിം മെറ്റല് സെയിം സ്പെക്ടേറ്റർ ലിഗാൻഡ്, ലിവിങ് ഗ്രൂപ്പ് മാത്രം മാറുകയാണ്. അത് NO3 I- F- ആവുന്നതിനനുസരിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റേറ്റ് മാറുന്നുണ്ട്. Thus, it is proved that MX bond breaking is very much important in equation reaction than bond formation. ബോണ്ട് ബ്രേക്കിംഗ് ആണ് ബോണ്ട് ഫോർമേഷനേക്കാളും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ലിവിങ് ഗ്രൂപ്പ് MX bond is more stable, rate of reaction is low, the order of reactivity is in the order തന്നിട്ടുണ്ട്. This is the order of decreasing thermodynamic stability of the complexes formed with these groups. നെക്സ്റ്റ് പറയുന്നത് എഫക്റ്റ് ഓഫ് എൻറ്ററിംഗ് ഗ്രൂപ്പ് ആണ്. Annihilation reaction do not depend very much on the nature of the entering group. Why? Instead, it is very much dependent on the nature of the bond being broken. ഏത് ബോണ്ടാണ് ബ്രോക്കൺ നടത്തുന്നത് എന്നുള്ളതിനെയാണ്, MX ബോണ്ടിന്റെ സ്ട്രെങ്ത്തിനെയാണ് റിയാക്ഷൻ്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. MY ബോണ്ടിന്റെ എൻറ്ററിംഗ് ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത്തിനെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സ്റ്റെറിക് എഫക്റ്റ് ഓഫ് ഇനേർട്ട് ലിഗാൻഡ്സ് ആണ്. അപ്പം when the non-living ligands are bulky, they will be crowding the central metal ion. നമ്മളെ നോൺ ലിവിങ് ലിഗാൻഡ് പറഞ്ഞ സ്പെക്ടേറ്റർ ലിഗാൻഡ്സ് ബൾക്കിയാണ്. അപ്പം എന്താ സംഭവിക്കുക? അപ്പം അസോസിയേറ്റീവ് മെക്കാനിസം ആണെങ്കിൽ അതിലേക്ക് ആദ്യം കോംപ്ലക്സിലേക്ക് അസോസിയേഷൻ ഓഫ് ദ ഇൻകമിങ് ലിഗാൻഡ് ആണ് നടക്കുക. അപ്പോൾ അവിടെ ഓൾറെഡി ബൾക്ക്നെസ് ഉള്ള മെറ്റൽ സെൻറ്ററിലേക്ക് വീണ്ടും ഒരു ലിഗാൻഡ് വരിക എന്ന് പറയുന്നത് നോട്ട് ഫിസിബിൾ. അപ്പം എന്താണ്, ഇപ്പം ബൾക്കി ലിഗാൻഡ്സ് ആണ് മെറ്റൽ സെൻറ്ററിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ആദ്യം ഡിസോസിയേഷൻ നടത്തുന്ന കുറച്ച് സ്റ്റെറിക് റിലീഫ് വരുത്തിയതിന് ശേഷം അസോസിയേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റീവ് മെക്കാനിസം ആണ് മോർ ഫേവറബിൾ എന്നർത്ഥം. Steric crowding around the central metal center favors dissociative mechanism. Dissociative activation relieves crowding around the complex. Steric crowding has been quantitatively and qualitatively explored. ടോൾമാൻസ് കോൺ ആംഗിൾ എന്താണ് എന്നൊക്കെ ഒന്ന് ബുക്ക് എടുത്തൊന്ന് റെഫർ ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞാൽ പിന്നെ ശരിയാവില്ലല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാനും കിടക്കട്ടെ. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ഇനിയും ഫാക്ടേഴ്സ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ റിയാക്ഷൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ബാക്കി കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. പറയാനുള്ളത് 2 ടൈപ്പ് മെക്കാനിസംസ് ആണ്, ഐഗൺ വിൽക്കിൻസ് മെക്കാനിസവും ഫുവേഴ്സ് ഐഗൺ മെക്കാനിസവും. അങ്ങനെ 2 മെക്കാനിസംസ് ആണ് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ ഐഗൺ വിൽക്കിൻസ് മെക്കാനിസം നമുക്ക് എന്താണെന്ന് നോക്കാം. ഐഗൺ വിൽക്കിൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ജർമ്മൻ കെമിസ്റ്റ് മാൻഫ്രഡ് ഐഗണും വിൽക്കിൻസും അവര് കണ്ടെത്തിയതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നത്. ഈസ് എ മെക്കാനിസം ആൻഡ് റൈറ്റ് ലോ ഇൻ കോർഡിനേഷൻ കെമിസ്ട്രി ഗവേണിംഗ് ദ അസോസിയേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ്. അസോസിയേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ മെക്കാനിസം ആൻഡ് റൈറ്റ് ലോ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഐഗൺ വിൽക്കിൻസ് മെക്കാനിസം. സാധാരണയായിട്ട് ഹെക്സ, അക്വ, ക്രോമിയം 3 കോംപ്ലക്സുകളിലാണ് ഇതിന്റെ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ മെറ്റൽ ആദ്യമുള്ള റിയാക്റ്റന്റ് കോംപ്ലക്സും നമ്മളെ ഇൻകമിങ് ലിഗാൻഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആദ്യം ഒരു എൻകൗണ്ടർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. അവിടെ ഫോം ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ എൻകൗണ്ടർ കോംപ്ലക്സ് ഫോർമേഷൻ ആണ് നടക്കുന്നത്. അവിടെയുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KE എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ എൻകൗണ്ടർ കോംപ്ലക്സ് പിന്നെ പ്രൊഡക്റ്റും നമ്മളെ ലിവിങ് ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ സിമ്പിൾ ഡെറിവേഷൻ ഓഫ് ദ ഐഗൺ വിൽക്കിൻസ് റൈറ്റ് ലോ ഈസ് ആസ് ഫോളോസ്. Ml6Y. അപ്പം ഇതാണ് നമ്മുടെ എൻകൗണ്ടർ കോംപ്ലക്സ്. അപ്പം Ml6 പ്ലസ് Y, Ml6 എന്ന് പറയുന്നത് നമ്മളെ റിയാക്റ്റന്റ് പ്ലസ് ഇൻകമിങ് ലിഗാൻഡ് ആണ് Y. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് Ml6Y എന്ന് പറയുന്ന എൻകൗണ്ടർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇക്വിലിബ്രിയം ആണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KE. അപ്പൊ നമുക്ക് KE എങ്ങനെ എഴുതാൻ പറ്റും? KE is equal to concentration of Ml6Y divided by concentration of Ml6 into concentration of Y. അപ്പൊ നമുക്ക് concentration of Ml6Y is equal to, അതാണ് നമ്മളെ ഇന്റർമീഡിയറ്റ്,
that is equal to Ke into concentration of Ml6 into concentration of Y എന്ന് കിട്ടും. ഇനി നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് Ml6Y is equal to M total മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് Ml6 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ എടുത്തിട്ടുള്ള മെറ്റല് മൈനസ് കോംപ്ലക്സ് എത്രയുണ്ട് കോംപ്ലക്സ്ഡ് ഫോമിൽ നോക്കിയാൽ നമുക്ക് എത്രയാണ് ഇവിടെ എൻകൗണ്ടർ കോംപ്ലക്സ് ഫോം ചെയ്തത് എന്നുള്ളത് കിട്ടും. അപ്പം ഇനി റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നത് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Ml6Y. അതിൽ Ml6Yക്ക് നമുക്കൊരു ഇക്വേഷൻ ഓൾറെഡി മുകളിലുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇ കോൺസെൻട്രേഷൻ ഓഫ് Y ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Ml6 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനെ മറ്റേ Ml6Yയിൽ Ml6ന് നമ്മുടെ ഈ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കണ്ടില്ലേ? Ml6Y is equal to concentration of M total മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് Ml6. അതിൽ നിന്നുള്ള Ml6ന്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ റേറ്റിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിന്റെ റീഅറേഞ്ച്ഡ് ഫോമാറ്റ് കിട്ടും. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എന്നിട്ട് ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ ഇ കോൺസെൻട്രേഷൻ ഓഫ് Y ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് M ടോട്ടൽ ഡിവൈഡ് ബൈ 1 പ്ലസ് കെ ഇ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Y എന്ന് കിട്ടും. ഇതാണ് ഐഗൺ വിൽക്കിൻസ് മെക്കാനിസം. അപ്പം ഐഗൺ വിൽക്കിൻ മെക്കാനിസം നമ്മൾ കണ്ടു. ഇനി അടുത്തത് പറയുന്നത് ഐഗൺ ഫോഴ്സ് ഇക്വേഷൻ ആണ്. അപ്പം ഐഗൺ വിൽക്കിൻ മെക്കാനിസത്തിലുള്ള പ്രീ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ഇ, ആ കെ ഇ comes from force eigen equation proposed independently by eigen and force. Ke യുടെ വാല്യൂ പ്രൊപ്പോസ് ചെയ്തത് ഐഗൺ ഫോഴ്സ് ഇക്വേഷൻ ആണ്. Ke is equal to 4 pi a cube by 3 into Na into exponential minus v by rt. A എന്ന് പറയുന്നത് മിനിമം ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച് ബിറ്റ്വീൻ കോംപ്ലക്സ് ആൻഡ് ലിഗാൻഡ് ഇൻ സൊല്യൂഷൻ, Na അവഗാഡ്രോ കോൺസ്റ്റന്റ്, R ഗ്യാസ് കോൺസ്റ്റന്റ്, T റിയാക്ഷൻ ടെമ്പറേച്ചർ, V കൂളംബിക് പൊട്ടൻഷ്യൽ. കൂളംബിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ Z1 Z2 E സ്ക്വയർ ബൈ 4 pi A എപ്സിലോൺ. അതിൽ Z എന്ന് പറയുന്നത് ചാർജ് ആണ്, എപ്സിലോൺ എന്ന് പറയുന്നത് വാക്വം പെർമിറ്റിവിറ്റി ആണ്. എന്നിട്ട് നമ്മൾ ഒരു പാർട്ടിക്കിൾ ഡിസ്റ്റൻസ്, ന്യൂട്രൽ പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് 200 പൈക്കോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടിപ്പിക്കൽ വാല്യൂ ഓഫ് കെ ഇ എന്ന് പറയുന്നത് 20.2 dm³ per mol ആണ് എന്ന് കിട്ടും. ഇനി എന്താണ് ഈ രണ്ട് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. റിസൾട്ട് ഓഫ് ദ റേറ്റ് ലോ ഇസ് ദ at high concentration of Y. നമ്മളെ ഇക്വേഷൻ ഇതായി കാണുന്നതാണ്. ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് Y കൊടുത്താൽ എന്താണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 1 പ്ലസ് കെ ഇ ഇൻറ്റു വൈയിൽ 1 നെഗ്ലിജിബിളി സ്മോൾ ആവും ഹയർ കോൺസെൻട്രേഷൻ ഓഫ് വൈയിൽ. അപ്പം നമുക്ക് മേലെയുള്ള കെ ഇ വൈയും താഴെയുള്ള കെ ഇ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വൈയും ക്യാൻസൽ ആയി പോയിട്ട് റേറ്റ് ഈസ് അപ്രോക്സിമേറ്റ്സ് ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എം ടോട്ടൽ കിട്ടും. ഇനി ലോവർ കോൺസെൻട്രേഷൻ ഓഫ് വൈ ആണെങ്കിൽ, ലോവർ കോൺസെൻട്രേഷൻ ഓഫ് വൈ ആവുമ്പം എന്താ സംഭവിക്കുക, നമുക്ക് താഴെയുള്ള വണ്ണിനേക്കാളും ഒരുപാട് കുറവാണ് വൈ. അപ്പോൾ കെ ഇ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വൈ എന്നുള്ള ഡിനോമിനേറ്റർ കിടക്കുന്ന ടേമിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നെഗ്ലിജിബിളി ആയതുകൊണ്ട് അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റേറ്റ് എന്ത് കിട്ടും? കെ ഇ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എം ടോട്ടൽ ഇൻറ്റു വൈ കിട്ടും. The eigenforce equation shows that higher values of Ke, higher value എന്ന് പറഞ്ഞാൽ faster pre-equilibrium, are obtained for large oppositively charged ions in solution. ഈ ക്ലാസ് ഇവിടെ നിർത്താം. ഇനി നമുക്ക് പറയാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിലുള്ളതാണ്. അത് നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.